ഹായ്, സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്നൊരു ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടാതെ ഇതിനകത്തേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ ചെമ്മീനകത്തേക്ക് മിക്സായിട്ട് വരും. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ നേരത്തേക്കെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിച്ചു വരും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്. 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് കുറച്ച് നേരം ഒന്ന് ആ നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കാഷ്യൂസും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കാഷ്യൂസും കിസ്മിസും ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം അതേ നെയ്യിലകത്തേക്ക് തന്നെ നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഓരോ ചെമ്മീൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എല്ലാ ചെമ്മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് അതേ ഓയിലിലേക്ക് തന്നെ 3 സവാള അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് ചേർത്ത് കൊടുക്കുക.
ഇതിൻ്റെ കൂടെ വലിയൊരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെക്കാം. ബിരിയാണി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ലെവലാക്കി എടുക്കണം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിൽ നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും കാഷ്യൂസും കുറച്ച് മല്ലിയിലയും സവാളയും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മസാലയും റൈസും തീരുന്നവരെ ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് അതിന് മുകളിൽ വീണ്ടും മല്ലിയിലയും കാഷ്യൂസും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുക. നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.